വ്യവസായിയായ വി.പി. മുഹമ്മദ് അലിയെ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയത് ഈ പണത്തിന് വേണ്ടിയാണ്. 70 കോടി രൂപയാണ് അദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ പറയാം അങ്ങനെയാണ്. ഒന്നും പറയാനായിട്ടില്ല. കാരണം അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു പോളിസിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവർക്ക് എല്ലാ സംഭവങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവരട്ടെ, ആ ലീഡിനെ അവർ കൊണ്ടുവരട്ടെ. എന്താണ് ആക്ച്വലി സംഭവിച്ചെന്നുള്ളത് അത് അവർ തെളിയിക്കട്ടെ. പറയാനായിട്ടില്ല. ഇല്ല, പറയാനായിട്ടില്ല. അത് ഉണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ സംശയമുണ്ട്, പക്ഷെ പേര് പറയാനായിട്ട്. ഇതാണ് ഈ ചില ആളുകളെ സംശയിക്കുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വയനാട്ടിലുള്ള നീലഗിരി കോളേജിൻ്റെ മായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ട്. അതിന് ഈ 17 കോടി രൂപയുമായി ബന്ധപ്പെട്ടൊരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ സംഘം, ഈ തട്ടിക്കൊണ്ടുപോയ സംഘം 70 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ബന്ധുക്കളും പോലീസും പറയുന്നത്. എന്ന് മാത്രമല്ല, ഇവർക്ക് ഈ 70 കോടി രൂപ ആവശ്യപ്പെട്ട് കാനഡയിലെ മകന് വി.പി. മുഹമ്മദ് അലിയെ കൊണ്ട് ഈ സംഘം നിർബന്ധിച്ച് ഓഡിയോ സന്ദേശം അയപ്പിച്ചു. വാട്സപ്പിൽ 70 കോടി രൂപ ഇവർ ആവശ്യപ്പെടുന്നു, പോലീസിൽ പരാതി നൽകരുത് എന്നുകൂടിയാണ് അതിൽ പറയുന്നത്. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പട്ടാമ്പി മുതൽ ഈ തിരുമിറ്റക്കോട് വരെ വാഹനം ഫോളോ ചെയ്യുന്നു. ഒരു വെൽഫെയർ വാഹനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, കാറിലായിരുന്നു വി.പി. മുഹമ്മദ് അലി ഉണ്ടായിരുന്നത്. ഇന്നോവ കാറിലെത്തിയ 7 അംഗ സംഘം ഇദ്ദേഹത്തെ ഈ ബലം പ്രയോഗിച്ച് ഈ കാറിൽ നിന്ന് ഇറക്കുന്നു. ഈ കാറ് ലോക്കായതുകൊണ്ട് തന്നെ കാറിന്റെ ചില്ല് കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ വി.പി. മുഹമ്മദ് അലി തന്നെയാണ് ഡോർ തുറക്കുന്നത്. അങ്ങനെ തോക്ക് ചൂണ്ടി ഇദ്ദേഹത്തെ ഇന്നോവ കാറിലേക്ക് കയറ്റുന്നു. ഇന്നോവ കാറിൽ നിന്ന് 7 പേരുണ്ടായിരുന്നു. ആ കാറിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു. പിന്നീട് മറ്റൊരു ചെറിയ കാറിലേക്ക് കയറ്റുന്നു. അതിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കോതകുരിശി ഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു. കത്തി കൊണ്ട് ചുണ്ടിൽ വരഞ്ഞ് ചോര വലിയ തോതിൽ ഒലിക്കുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് വി.പി. മുഹമ്മദ് അലി ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ആ രക്ഷപ്പെടാൻ സഹായകമായത് ഈ കൊട്ടേഷൻ സംഘത്തിലുള്ള ആളുകൾ മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് ഓടി സമീപത്തെ ഒരു പള്ളിയിലേക്ക് കയറി. പള്ളിയിലുള്ള ജീവനക്കാരാണ് ആദ്യം ഇദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ഈ ഫോൺ വാങ്ങി അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിലേക്ക് വിളിച്ചു. വണ്ടൂര് അദ്ദേഹത്തിന് സ്വന്തമായി ആശുപത്രി ഉണ്ട്, അങ്ങോട്ട് വിളിക്കുന്നു. പിന്നീട് ഈ ആളുകൾ ചേർന്ന്, പള്ളിയിലേക്ക് വന്ന ആളുകൾ ചേർന്നാണ് ഈ പി.കെ. ദാസ് ആശുപത്രിയിലേക്ക്, വാണിയംകുളത്തേക്ക് എത്തിച്ചത്. അങ്ങനെ കൃത്യമായ ആസൂത്രണം ചെയ്ത ഒരു കൊട്ടേഷൻ പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത്. അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകും വഴിയാണ് ഈ അക്രമം നടന്നത്.